നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. ആലുവയിൽ നവകേരള സദസ്സിന്റെ വേദിക്ക് സമീപത്തുള്ള കടകളിൽ പാചകവാതകം ഉപയോഗിച്ച് പാചകം പാടില്ല എന്ന് പോലീസ്. ഭക്ഷണം മറ്റു സ്ഥലങ്ങളിൽ ഉണ്ടാക്കി കടകളിലേക്ക് എത്തിച്ചു വിൽക്കണം. ആലുവ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ഈ മാസം 7-ാം തീയതിയാണ് നവകേരള സദസ്. പേടിപ്പിച്ച് ബഹുമാനം പിടിച്ചുവാങ്ങുക എന്നുള്ളതാണ് പ്രധാന വിനോദം. ഒരു പ്രത്യേക നിറം പട്ട് ഉഗ്രമൂർത്തിയെ അണിയിക്കാനെത്തിയ ഭക്തജനങ്ങൾക്ക് ഹെൽമറ്റും ചെടിച്ചട്ടിയും കൊണ്ടുള്ള ഭക്തിസാന്ദ്രമായ പുഷ്പാർച്ചനയും. പറയുന്ന പ്രധാനപ്പെട്ട വിശദീകരണം സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായിട്ടുള്ള ഒരു നടപടിയാണ് ഇത് എന്നതാണ്. അത്രയ്ക്ക് പേടിയാണെങ്കിലേ എവിടെയെങ്കിലും കയറി അടച്ചുപൂട്ടിയിരുന്നു. അതനുസരിച്ച് ആലുവയിൽ ഈ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള ഹോട്ടലുകൾക്കും മറ്റ് കടകൾക്കുമൊക്കെ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ISRO ചൊവ്വാ ദൗത്യത്തിന് ചോദിച്ചിട്ടും കൊടുക്കാത്ത ഈ മുതലിനെ കാണാനായി അങ്ങ് ഉസ്ബെക്കിസ്ഥാനിൽ നിന്നുപോലും ഭക്തജനങ്ങൾ കുത്തിയൊലിച്ചു വരികയാണ്. ഗ്യാസ് സിലിണ്ടർ ഉപയോഗിച്ച് പാചകം ചെയ്യരുത്, ആ സമയത്ത് അവിടെ ഗ്യാസ് സിലിണ്ടർ പ്രവർത്തിപ്പിക്കരുത്, ഗ്യാസ് സിലിണ്ടർ ഉപയോഗിച്ച് പാചകം പാടില്ല. വേറെ എവിടെന്നെങ്കിലും പാചകം ചെയ്ത് അവിടെ കൊണ്ടുവന്ന് വെച്ച് വിൽക്കാം എന്നാണ് പറയുന്നത്. പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര. ചേച്ചി ഗ്യാസ് എന്താ ഇയാളെ കാണിക്കാൻ? അത് ഗ്യാസാ, നിങ്ങളുടെ കയ്യിലുള്ള ഊരി പിടിച്ച കത്തിയും ഉയർ